ടീം ആർക്കുമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് SLC പുതിയ ടെക്സ്റ്റ് ബുക്കിനകത്ത് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസിനകത്തെ മറ്റൊരു വീഡിയോ ആണ്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണ് എങ്കിൽ ഇതിനു മുമ്പുള്ള പ്രീവിയസ് വീഡിയോസ് കണ്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നമ്മുടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. 19, 28, 19, 28, 19, 28, 19, 28, 37 എക്സെട്ര. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അതിന്റെ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് 19 ആണ്. അടുത്തടുത്ത ടൈം കൂടെ നമ്മൾ വ്യത്യാസം 19 + 9 28, 28 + 9 37. അപ്പൊ അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. വാട്ട് എവർ. സോ ബേസിക്കലി നമ്മളോട് ഇപ്പൊ ചോദിക്കുവാണ്, അങ്ങനെയാണ് എങ്കിൽ 100 എന്ന് പറയുന്നത് വെദർ 100 ഈസ് എ ടേം ഇൻ ദിസ് പർട്ടിക്കുലർ സീക്വൻസ്, വെദർ 100 ഈസ് എ ടേം ഇൻ ദിസ് പർട്ടിക്കുലർ സീക്വൻസ്. സോ ബേസിക്കലി നമ്മളിവിടെ നോക്കിയാൽ ഈ സീക്വൻസിനകത്ത് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് 19 ആണ്, രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 28 ആണ്, മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 37 ആണ്. സോ 1, 2, 3 എന്ന് പറയുന്നത് പൊസിഷൻ ആണ്, പൊസിഷൻ ഓഫ് ദ ടേം, അതായത് ടേം എത്രാമത്തെ ടേം ആണെന്നുള്ളത്. സോ പൊസിഷൻ ഓഫ് ദ ടേം, പൊസിഷൻ ഓഫ് ദ ടേം. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ടേമിന്റെ വാല്യൂ, ദ വാല്യൂ ഓഫ് ദ ടേം ഓർ ദ ടേം വാല്യൂ ഓർ ദ ടേം ഡിഫറൻസ്. കറക്റ്റ്? അങ്ങനെയാണെങ്കിൽ ഈ 19ഉം 37ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 19, 37 തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 18 ആണ്. കറക്റ്റാ? പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര? 1 മുതൽ മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോൾ 2 ആണ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ടേം വാല്യൂ എന്ന് പറയുന്നത് 18 ആണ്. സോ ബേസിക്കലി നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്, എപ്പോഴും ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ പൊസിഷൻ ഓർ ദ പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു ഡിഫറൻസ് ഇൻറ്റു എ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും, ഇൻറ്റു എ കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. ഇവിടുത്തെ കേസിനകത്ത് ടേം ഡിഫറൻസ് 18, പൊസിഷൻ ഡിഫറൻസ് 2. അങ്ങനെയാണെങ്കിൽ ആ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. സോ ബേസിക്കലി നമ്മളോട് 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു ടേം ആണോ എന്ന് ചോദിച്ചാൽ, 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടേം ആണെന്ന് ചോദിച്ചാൽ നമ്മൾ 100 എന്ന് പറയുന്ന ഒരു ടേം വാല്യൂ ആയിട്ട് എടുത്താൽ, 100 എന്ന് പറയുന്ന ടേം വാല്യൂ ആയിട്ട് എടുത്താൽ 100ഉം ഏതെങ്കിലും ഒരു മറ്റു ടേം വാല്യൂ എടുക്കും. ഒന്നാമത്തെ ടേം എടുത്തു. അപ്പൊ 100 - 19. അപ്പൊ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 81. ഈ 81 എന്ന് പറയുന്നത് ഈ പറയപ്പെടുന്ന കോൺസ്റ്റന്റിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കിയാൽ മതി. കാരണം എന്താ? കോൺസ്റ്റന്റ് എത്രയാണ്? 9 ആണ്. 9 × 9 81 ആണ്. സോ അതായത് 19ഉം 100ഉം തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ 100 എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ സീക്വൻസിലെ 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ 10ാമത്തെ ടൈം ആയിരിക്കും എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? 100 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ 10ാമത്തെ ടൈം. കാരണം ഒന്നാമത്തെ ടൈം 19, വേറൊരു ടൈം 100 ആണെങ്കിൽ ഈ രണ്ട് ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 81. 81 എന്ന് പറയുന്നത് 9 × 9 ആണ്. അതായത് കാരണം എന്താ? നമ്മുടെ കോൺസ്റ്റന്റ് നമ്പർ 9 ആണ്. മറ്റേ 9 എന്ന് പറഞ്ഞ പൊസിഷൻ ഡിഫറൻസ്. സോ ഒന്നാമത്തെ ടൈമും 100ഉം തമ്മിലുള്ള വ്യത്യാസം, പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ് എങ്കിൽ 100 എന്ന് പറയുന്നത് 10ാമത്തെ ടൈം ആയിരിക്കും. ഇതേ രീതിയിൽ മറ്റൊരെണ്ണം ചോദിച്ചാൽ, ഫോർ എക്സാമ്പിൾ നമ്മളോട് ചോദിക്കുകയാണ് 1000 ആണ് ചോദിക്കുന്നതെങ്കിൽ, 1000 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ടൈം ആണോ എന്ന് ചോദിച്ചാൽ 1000ഉം ഏതെങ്കിലും ഒരു ടൈം എന്നുള്ള ഡിഫറൻസ്, ഫോർ എക്സാമ്പിൾ 19 തന്നെ എടുക്കാം. 1000 - 19 981. ഈ 981 എന്ന് പറയുന്നത് 9ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. സോ 981 ഡിവൈഡഡ് ബൈ 9. സോ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, 10 9 90. ബാക്കി എന്തുണ്ട്? 81 ഉണ്ട്. 9 9 81. അതായത് ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് 109 ആണ്. അതായത് ഒന്നാമത്തെ ടൈമും ആയിട്ടുള്ള 19ഉം 1000 എന്ന് പറയുന്ന വാല്യൂയും തമ്മിലുള്ള ടേം ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 109 ആണ്. ടേം ഡിഫറൻസ് 981. അപ്പൊ പൊസിഷൻ ഡിഫറൻസ് 109 ആണ് എങ്കിൽ ഈ പറയപ്പെടുന്ന 1000 എന്ന് പറയുന്നത് എത്രാമത്തെ ടൈം ആയിരിക്കും? 110ാമത്തെ ടൈം ആയിരിക്കും. 1000 എന്ന് പറയുന്നത് 110ാമത്തെ ടൈം ആയിരിക്കും. നമുക്കിനി 1-2 ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്കത് ഈസി ആയിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഈസ് 101 ഇസ് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 13, 24, 35. സോ നമ്മളിവിടെ നോക്കിയാൽ
13ഉം 25ഉം തമ്മിലുള്ള വ്യത്യാസം, അതായത് ടൈം വാല്യൂ ഡിഫറൻസ് എന്ന് പറയുന്നത് 13 പ്ലസ് 22 ആണ് 25 എന്ന് പറയുന്നത്. ഇത് ഒന്നാമത്തെ ടൈം ആണ്, ഇത് മൂന്നാമത്തെ ടൈം ആണ്. അപ്പൊ പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. സോ ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 22, പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 2, മൾട്ടിപ്ലൈഡ് വിത്ത് കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ കോൺസ്റ്റന്റ് വാല്യൂ എത്രയാണ്? 11 ആണ്. അപ്പൊ എന്താണ് ടൈം ഡിഫറൻസുകൾ എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഈ പറയപ്പെടുന്ന നമ്പർ ഈ ഒരു സീക്വൻസിലെ ടൈം ആയിരിക്കും. 11ന്റെ മൾട്ടിപ്പിൾ അല്ല എങ്കിൽ ഈ സീക്വൻസിലെ ടൈം അല്ലാതിരിക്കും. നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടതെന്ന് പറയുന്നത്, ഫസ്റ്റ് നമുക്ക് എന്ത് നോക്കാം? 101 എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 101 എന്ന് പറയുന്നത് ഈ സീക്വൻസിൽ ഒരു ടൈം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 101 മൈനസ് ആദ്യത്തെ ടൈം 13, 101ൽ നിന്ന് 13 കുറച്ചാൽ 88 കിട്ടും. സോ 88 ഡിവൈഡഡ് ബൈ 11 എന്ന് പറയുന്നത് 8 ആണ്. സോ അതായത് 101 ഫസ്റ്റ് ടൈം ആയിട്ടുള്ള 11 തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ 101 എന്ന് പറയുന്നത് 9ാമത്തെ ടൈം ആയിരിക്കും. 101 എന്ന് പറയുന്നത് 9ാമത്തെ ടൈം ആയിരിക്കും. അതേ രീതിയിൽ അവർ ചോദിച്ചിരിക്കുന്നത് 1001 ആണ്. സോ അങ്ങനെയാണെങ്കിൽ 1001 ഈ പറയപ്പെടുന്ന ഫസ്റ്റ് ടൈമുള്ള വ്യത്യാസം 1001 മൈനസ് 13 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 988 എന്ന് കിട്ടും. പക്ഷേ 988നെ നമ്മൾ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവത്തില്ല. കാരണം 988 ഡിവൈഡ് ബൈ 18, സോ 18 88 11 9 99. സോ 18 88 റിമൈൻഡർ 10 108 എന്ന് വരും. സോ 11 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 110 വരും. സോ 11 ഇൻറ്റു 9 99, റിമൈൻഡർ 9 കിട്ടും. സോ എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, കംപ്ലീറ്റ്ലി ഡിഫറൻഷ്യൽ അല്ല. ടൈം ഡിഫറൻസ് എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് എഴുതാൻ പറ്റും എന്താ? 1001 ഈസ് നോട്ട് എ ടൈം ഇൻ ദിസ് ഗിവൺ സീക്വൻസ്. ഈ സീക്വൻസിൽ ഒരു ടൈം അല്ല 1001 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ക്ലിയർ? നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇൻ ദ ടേബിൾ ബിലോ സം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ, 2 number against each, check whether the numbers are the terms of the respective sequence. തന്നിരിക്കുന്ന സീക്വൻസിലെ ടേം ആണോ തന്നിരിക്കുന്ന നമ്പർ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പറഞ്ഞ 11 22 33. സോ ഇവ തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് നോക്കിയാൽ 11 33 തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് 2 ആണ്. ടൈം വാല്യൂ ഡിഫറൻസ് എന്ന് പറയുന്നത് 33 മൈനസ് 11 22 എന്ന് കിട്ടും. സോ അങ്ങനെയാണെങ്കിൽ 22 എന്ന് പറയുന്നത് 11 ഇൻറ്റു 2 ആണ്. സോ ഇവിടുത്തെ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 11 എന്ന് കിട്ടും. നമ്മളിവിടെ നോക്കേണ്ടത് 123 ആണ്. 123ൽ നിന്ന് 123 ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. 123ൽ നിന്ന് നമ്മൾ 11 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 112 കിട്ടും. ഈ 112നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഡിവിസിബിൾ ആവത്തില്ല. സോ അതുകൊണ്ട് 123 എന്ന് പറയുന്ന ടൈം അല്ല എന്ന് പറയാനായിട്ട് പറ്റും. നേരെ മറിച്ച് 132 ആണെങ്കിലോ 132ൽ നിന്ന് ആദ്യത്തെ ടൈം കുറയ്ക്കുന്നു. 132 മൈനസ് 11 121 ആണ്. അപ്പൊ 121 എന്ന് പറയുന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 11 ഇൻറ്റു 11 ആണ് 121. സോ 132ഉം 11ഉം തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 ആണെങ്കിൽ 132 എന്ന് പറയുന്നത് 12ാമത്തെ ടൈം ആയിരിക്കും. 12ാമത്തെ ടൈം ആയിരിക്കും. ക്ലിയർ? അടുത്ത് തന്നിരിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്നത് നമുക്ക് അടുത്ത് തന്നിരിക്കുന്ന സീക്വൻസ് എന്താണ്? 12 23 34. 12 23 34. സോ നമ്മളിവിടെ നോക്കി, ഇവിടെ നമ്മൾ നോക്കിയാൽ 12ഉം 34ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 22 ആണ്. 22. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. കാരണം ഒന്നാമത്തെ മൂന്നാമത്തെ ടൈം ആണ്. സോ 2 ഇൻറ്റു 11 ആണ് 22. സോ കോൺസ്റ്റന്റ് വാല്യൂ എന്ന് പറയുന്നത് 11 ആണ്. അപ്പൊ 100 എന്ന് പറയുന്ന ടൈം ആണ് നോക്കാനായിട്ട് 100ൽ നിന്ന് 12 കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 88 കിട്ടും. 88 ഡിവൈഡ് ബൈ 11 എന്ന് പറയുന്നത് 88 എന്ന് പറയുന്നത് 11 ഇൻറ്റു 8 ആണ്. സോ 12ഉം 100ഉം തമ്മിലുള്ള പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് 8 ആണ് എങ്കിൽ 100 എന്ന് പറയുന്നത് 9ാമത്തെ ടൈം ആയിരിക്കും. 100 എന്ന് പറയുന്നത് 9ാമത്തെ ടൈം ആയിരിക്കും. അതേ രീതിക്ക് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1000 ആണ്. സോറി, നമ്മൾ ഓക്കെ 1000 ആണ്. 1000ൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുന്നു. 1000 മൈനസ് 12 എന്ന് പറയുമ്പോൾ 988 എന്ന് കിട്ടും. ഇനി നമ്മൾ 988ൽ നിന്ന് 88നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മൾ നോക്കിയാൽ 11 9 99 ആണ്. 11 8 88, റിമൈൻഡർ 10,
ബാക്കി 108 എന്ന് പറയുമ്പോൾ 11,999 റിമൈൻഡർ 9 കിട്ടും. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആവത്തില്ല. സോ 1000 എന്ന് പറയുന്ന ടൈം അല്ല, ബട്ട് 100 എന്ന് പറയുന്ന ടൈം ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഇങ്ങനെ നമ്മളോട് ഏത് ചോദിച്ചാലും നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെ അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.